മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദുർഗയാണെങ്കിൽ ഉണ്ണിയോട് പറയുന്നുണ്ട്, ഇനിയിപ്പോ എന്ത് കാരണം കൊണ്ടാണാവോ ആ പ്രതാപനും പിന്നെ നിന്റെ അമ്മാവനും ജയിലിലേക്ക് പോയിരിക്കുന്നത്. എന്തു തന്നെയായാലും ആ പ്രതാപനെയായിരുന്നു അവസാനം ഒന്ന് ആശ്രയിക്കാൻ നിനക്കുണ്ടായിരുന്നത്. ഇനിയിപ്പോ അതുമില്ല, കണ്ണന്റെ തടലിൽ തന്നെ നീ ജീവിതകാലം മുഴുവനും കഴിയേണ്ടി വരുമല്ലോ മോനെ എന്ന് പറയുമ്പോ, ആ എന്ത് ചെയ്യാനാ, എന്റെ വിധി അയാളുടെ തടലിൽ തന്നെ നരകിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണി അവിടെ നിന്ന് പോകുന്നു. ദുർഗയാണെങ്കിൽ എന്തൊക്കെയോ ആലോചിച്ച് അവിടെ തന്നെ നിൽക്കുകയാണ്. ഈ സമയം പ്രതാപനും വാമദേവനും കൂടിയും നാളെ കോടതിയിലേക്ക് എത്തി പറയാൻ ഉള്ള കഥകളൊക്കെ തന്നെ കെട്ടിച്ചമച്ച് ഉണ്ടാക്കി വയ്ക്കുകയാണ്. വാമദേവൻ പറയുന്നുണ്ട് പ്രതാപനോട്, എടാ നീ നാളെ ഒരിക്കലും എന്നെ കോടതിയിൽ കാണിച്ചു കൊടുക്കരുത്. അങ്ങനെ ചെയ്താൽ നീ തന്നെയാണ് കുടുങ്ങാൻ പോകുന്നത്. ഞാൻ കൊട്ടേഷൻ തന്നു നീ പറയരുത്. അങ്ങനെ പറഞ്ഞാ നിനക്ക് രക്ഷപ്പെടാലോ. ഞാനാണല്ലോ അവിടെ പെടാൻ പോകുന്നത്. അതല്ലടാ, മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് മാത്രമേ കോടതി കേസെടുക്കൂ. അങ്ങനെ വരികയാണെങ്കിൽ നിനക്കും ജാമ്യം കിട്ടുമെന്നൊക്കെ വാമദേവൻ പ്രതാപനോട് പറയുന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ, എന്റെ മോളാണെങ്കിൽ ഒരു അമ്മയാകാൻ പോകുന്നു എന്നുള്ള സന്തോഷ വാർത്ത അറിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നീ പറയുന്നത് പോലെ തന്നെ പറയാം. പിന്നെ കോടതി ചോദിക്കുമല്ലോ എന്തുകൊണ്ടാ നിർത്താതെ പോയെന്നൊക്കെ. അപ്പൊ ഞാൻ എന്ത് പറയും? എടാ നല്ല മഴയുള്ള രാത്രി ആയിരുന്നില്ലേ, അപ്പൊ ഇടിച്ചത് അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ നോണ അങ്ങ് തട്ടിവിടുക തന്നെ, അല്ലാതെ മറ്റൊരു മാർഗമില്ലെന്നൊക്കെ പറയുമ്പോ എന്തായാലും പറയേണ്ടതൊക്കെ പറയാം. രക്ഷപ്പെട്ടു. പിന്നെ എല്ലാത്തിനും കാരണം ആ വിശ്വനാഥൻ എന്റെ ദേഹത്ത് കയറിയതാണ്. പിന്നെ നീ കൊണ്ട് കാണിച്ച ഡോക്ടറോ എന്നെ മയക്കി കടത്തി എല്ലാ സത്യങ്ങളും അറിയുകയും ചെയ്തു. അതാണെങ്കിൽ അയാൾ കണ്ണനോട് വള്ളി വിളി തെറ്റാതെ പറയുകയും ചെയ്തു. അതാണല്ലോ ഇതിനൊക്കെ കാരണം. എന്തായാലും ആ വിശ്വനാഥൻ അന്ന് എന്റെ ലോറിയിൽ ഇല്ലായിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അവരെ ഇടിച്ചു തെറിപ്പിച്ചേനെ. നിനക്കറിയാലോ വാമ, ഞാൻ അവരെ ഇടിച്ചു തെറിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പോയത്. കണ്ണനും മഹാലക്ഷ്മിയെയും അവരുടെ കാറിന്റെ അടുത്ത് വരെ എത്തി. പക്ഷെ അപ്പോഴേക്കും വിശ്വനാഥൻ എന്റെ മുന്നിലിരുന്ന് ചിരിക്കുകയായിരുന്നു. ഒരൊറ്റ ചവിട്ടായിരുന്നു അവൻ എന്നെ. ബോധം തെളിഞ്ഞപ്പോ എവിടെയാണെന്ന് പോലും എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. അല്ലടാ, ഇനിയിപ്പോ എന്റെ ദേഹത്തെങ്ങാനും ആ വിശ്വനാഥൻ കയറുമോ എന്നിങ്ങനെ വാമദേവൻ ചോദിക്കുമ്പോ, എങ്കിൽ പിന്നെ നീ സത്യങ്ങളെ എല്ലാവിടെയും വിളിച്ചു പറയും. അതിനിപ്പോ ഏത് കോടതിയിലാണെങ്കിലും നീ പറഞ്ഞിരിക്കും. അങ്ങനെ പ്രതാപം പറയുകയാണ്, ഒരുപാട് കഷ്ടപ്പെട്ട സമയത്തായിരുന്നു ഈ ഒരു കൊട്ടേഷൻ ഏറ്റെടുത്തിരുന്നത്. ഇതിപ്പോ കഷ്ടപ്പാടൊക്കെ കഴിഞ്ഞ് കയ്യിൽ ഒരുപാട് പൈസയുണ്ട്. പക്ഷെ ഈ കേസ് വാദിക്കാനാണെങ്കിൽ ആ പൈസ എല്ലാം പോകും. പിന്നെ എന്റെ അമ്മയുടെയും മോളുടെ അവസ്ഥ ആലോചിക്കുമ്പോ എനിക്കതൊന്നും ഓർക്കാൻ പോലും കഴിയുന്നില്ലെന്ന് പറയുകയാണ്. എടാ നിനക്കറിയാലോ, എന്തായാലും ഒന്നില്ലെങ്കിൽ അനന്തുവോ അല്ലെങ്കിൽ കണ്ണനോ ആയിരിക്കും കേസ് ബാധിക്കാനായിട്ട് വരിക. അല്ല, കണ്ണൻ വരുമോ വാമേട്ടാ? കാരണം മഹാലക്ഷ്മി ഹോസ്പിറ്റലിൽ കിടക്കുകയല്ലേ. അവളുടെ കുഞ്ഞൊന്നും പോയി എന്നുള്ള സന്തോഷ വാർത്ത കേട്ടാ മതിയായിരുന്നു. അതും കേട്ടിട്ടില്ല. ഇനിയിപ്പോ ജയിലിലേക്ക് പോവുകയാണെങ്കിൽ അവളുടെ കുഞ്ഞിനെ കൊന്നിട്ട് പോവാനെങ്കിലും ഒരു യോഗം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്റെ മോൾക്ക് അത്രയും സന്തോഷമായേനെന്നൊക്കെ പറയുമ്പോ, എന്ത് ചെയ്യാനാ, നമുക്ക് നേരെ നിൽക്കുന്ന വക്കീലെ വെറും ക്യാഷ് കൊതിയനാണ്. അയാളാണെങ്കിൽ കിട്ടുന്നതൊക്കെ വാരിക്കൊണ്ടു പോകും. അല്ലാതെ വലിയ കാര്യമൊന്നുമില്ല. നാളെ ഇനിയിപ്പോ കണ്ണന് വരാൻ പറ്റിയില്ലെങ്കിലും ആനന്ദ് വാദിക്കും. അല്ലെങ്കിൽ അവനേക്കാൾ വലിയ മിടുക്കനായിട്ടുള്ള വക്കീൽ. എന്തായാലും അവർക്ക് വലിയ ക്യാഷിന്റെ ചെലവൊന്നുമില്ല വാദിക്കാനായിട്ട്. അവര് തന്നെ മതിയല്ലോ രണ്ടാളും. ഇനിയിപ്പോ എനിക്ക് തോന്നുന്നതേ ആ വിശ്വനാഥന്റെ പ്രേതം ഇപ്പോഴും ഇവിടെ എവിടെയൊക്കെ ഉണ്ടെന്നാണ്. കാരണം അന്ന് കണ്ണൻ ഐസിയുലായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഉണ്ണിയായിരുന്നു അന്ത്യകർമ്മങ്ങളൊക്കെ ചെയ്തിരുന്നത്. ഉണ്ണി ചെയ്ത കർമ്മങ്ങളൊന്നും ആ വിശ്വനാഥൻ ഇഷ്ടപ്പെട്ട് കാണില്ല. അതുകൊണ്ടായിരിക്കാം അവൻ തിരിച്ചു വന്നെന്നൊക്കെ പറയുമ്പോ, ഇവിടെ അടുത്തെങ്ങാനും ഉണ്ടാകുമെന്നൊക്കെ പ്രതാപം പറയുമ്പോ, എടാ പ്രതാപം എങ്ങനെ പേടിപ്പിക്കല്ലടാ എന്ന് പറഞ്ഞുകൊണ്ട് ആ ജയിലിന് ചുറ്റും ഇങ്ങനെ വാമദേവൻ പേടിച്ചുകൊണ്ട് നോക്കുകയാണ്. എന്തായാലും അവരാണെങ്കിൽ കുറ്റം സമ്മതിക്കില്ല എന്നുള്ള രീതിക്ക് തന്നെയാണ് കഥ മെനഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ദുർഗയും ഉണ്ണിയും ചേർന്ന് മഹാലക്ഷ്മിയുടെ കുഞ്ഞ് ജീവനോടെ വന്നതിനെ കുറിച്ച് ആലോചിച്ച് വിഷമത്തിലാണ്. എടാ എത്ര വലിയ തള്ളിയിടലാന്നറിയോ അന്ന് നടന്നത്. എന്നിട്ടും ആ കുഞ്ഞിത ജീവനോടെ വന്നിരിക്കുന്നു. അവൾക്കും ഒരാപത്തും സംഭവിച്ചില്ല. അതെങ്ങനെയാടാ ഇത്രയും ആപത്തുകളിൽ നിന്നും അവൾ രക്ഷപ്പെട്ടു വന്നെന്നൊക്കെ ചോദിക്കുമ്പോ, അവർക്ക് പ്രത്യേക ശക്തി ഉണ്ടെന്ന് ഞാൻ പറയുന്നത് വെറുതെയാ. നമുക്കുണ്ട് കരുണ. അവളാണെങ്കിൽ ചെറിയൊരു വിഷം ഉള്ളിലേക്ക് ചെല്ലുമ്പോഴേക്കും കുഞ്ഞിനെ നഷ്ടപ്പെട്ട് കരച്ചിലായി. മഹാലക്ഷ്മിയുടെ കണ്ണീര് കാണാനായിട്ട് നമുക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുമ്പോ ഉണ്ണി പറയുന്നുണ്ട്, അത് പിന്നിപ്പോ അങ്ങനെയല്ലേ വരൂ, അവർക്കൊപ്പല്ലേ ദൈവങ്ങളൊക്കെ ഉള്ളു. അല്ലടാ, ഇത് നോക്ക്, ഒന്നാലോചിച്ചാൽ മഹാലക്ഷ്മി കണ്ണനും കുഞ്ഞുമായിട്ട് ഇങ്ങോട്ട് വരുന്ന സമയത്തെ നിങ്ങൾക്കും നിങ്ങളുടെ മടിയിൽ ഇരുന്ന് ഒരു കുഞ്ഞിനെ ലാളിക്കേണ്ട സമയമായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനല്ലടാ, പോട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദുർഗ സ്വയം ആശ്വസിപ്പിക്കുകയാണ്. ഈ സമയം വീണ്ടും അവർ പറയുന്നുണ്ട്, അല്ലെങ്കിൽ നിനക്കിപ്പോ ഒരു കുഞ്ഞു വേണമെന്നുള്ള ആഗ്രഹമൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിലേ മോളെ അമ്മയാണെന്ന് അറിയിച്ച ആ നിമിഷം തന്നെ നീ അങ്ങോട്ട് ചെല്ലുമായിരുന്നു. എനിക്കൊന്നും വയ്യ, അവളെ അവിടെ തന്നെ ഇരിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിലും ഇവിടേക്ക് കൊണ്ടുവന്നിട്ട് എന്താ കാര്യം? കണ്ണേട്ടൻ അവളെ അപ്പൊ തന്നെ ഇവിടെ നിന്നും ആട്ടിവിടും. ഒന്ന് വെച്ച് നോക്കിയാൽ കരുണയ്ക്ക് 2 വീടുണ്ട്. അവള് അതിലെ ഏതെങ്കിലും ഒരു വീട്ടിലിരിക്കട്ടെ. അതായത് അവളുടെ അച്ഛന്റെ വീടും പിന്നെ മുത്തശ്ശിയുടെ വീടും. അവൾക്ക് സ്വതന്ത്രമായിട്ട് അവിടെ ഇരിക്കാലോ. അവിടെ ഇരുന്ന് കുഞ്ഞിനെ പ്രസവിക്കട്ടെ എന്നിങ്ങനെ
ഉണ്ണി പറയുന്നു. ഏതു സമയം നോക്കിയാലും കുത്തുവാക്കും പഴിവാക്കും മാത്രമേ അവളുടെ വായിൽ നിന്നും കേൾക്കാൻ പറ്റുള്ളൂ എന്നും ഉണ്ണി പറയുകയാണ്. ഈ സമയം അവിടേക്ക് കണ്ണൻ വരുന്നുണ്ട്. കണ്ണനാണെങ്കിൽ ദേഷ്യത്തോടെയാണ് വരുന്നത്. അങ്ങനെ ദുർഗയാണെങ്കിൽ കുറച്ച് മയത്തിൽ ചോദിക്കുന്നുണ്ട്, എടാ കണ്ണ, ഞാനും കുഞ്ഞിനെ കാണാനായിട്ട് അങ്ങോട്ട് വന്നോട്ടെ? വേണ്ട, അതിന്റെ ആവശ്യമില്ല. പിന്നെ കുഞ്ഞും അമ്മയും ഇപ്പൊ ICUലാണ്. മാത്രമല്ല നിങ്ങൾ വന്നാൽ ഒട്ടും കാണാൻ താല്പര്യമില്ലാത്ത ആൾക്കാരാണ് ICUവിന് മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ട് അവരെ ഒന്നും മുഷിപ്പിക്കാനായിട്ട് വരണ്ട. ആ, എന്തായാലും നിന്നോട് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. ഇവിടെ കരുണമോളെ അമ്മയാകാൻ പോവാ. അതിന് എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണനാണെങ്കിൽ പൊട്ടിത്തെറിക്കണം. ഇത് കേൾക്കുമ്പോൾ തന്നെ ദുർഗയും ഉണ്ണിയും ആകെ ഷോക്കാവുന്നുണ്ട്. അല്ല, അവളെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ടേ? ഇങ്ങോട്ട് കൊണ്ടുവന്നാലേ അപ്പൊ തന്നെ ഞാൻ ആട്ടിവിടും. അങ്ങനെ അവൾക്കരികിലേക്ക് പോവാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എല്ലാവരും ഇറങ്ങിപ്പോയിക്കോം. എനിക്ക് മഹാലക്ഷ്മിക്കും ഇനി അവളെ കണ്ണിന്റെ മുന്നിൽ പോലും കണ്ടുപോകരുത്. ഇനി ഒരിക്കലും ഞങ്ങൾ അവളോട് ദയ കാണിക്കില്ല. എല്ലാം കൊണ്ടും അവളെ ഞങ്ങൾ കളഞ്ഞു കഴിഞ്ഞു. മാത്രമല്ല, നൂലുകെട്ട് കഴിഞ്ഞ് എന്റെ ഭാര്യയും കുഞ്ഞും ഇങ്ങോട്ട് വരുന്ന സമയത്തെ അവർക്ക് സമാധാനത്തോടെ ജീവിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടാവണം. അല്ലെങ്കിൽ എല്ലാത്തിനെയും ഞാൻ ഇവിടെ നിന്നും ആട്ടിവിടുമെന്ന് പറഞ്ഞുകൊണ്ട് കണ്ണനാണെങ്കിൽ ഇറങ്ങി പോവുകയാണ്. ഈ സമയം അവൻ കുറച്ച് ചൂടിലാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ദുർഗ ഉണ്ണിയോട് പറയുമ്പോൾ, അയാൾ പറഞ്ഞതിൽ എന്താ തെറ്റ്? കരുണ അവിടെ ഇരിക്കട്ടെ. എടാ, ഇനിയിപ്പോ ആ മോഹിനി മഹാലക്ഷ്മിയുടെ പ്രസവമൊക്കെ ആയിട്ടെ ഹോസ്പിറ്റലിൽ തന്നെ ആയിരിക്കും. അതുകൊണ്ട് നീ മോളുടെ കൂടെ കുറച്ച് ദിവസം പോയി ഇരുന്നിട്ട് വാ. പിന്നെ എനിക്കൊന്നും വയ്യ ഭാര്യ വീട്ടിൽ പോയി കിടക്കാനായിട്ട്. അവളെ അവിടെ ഇരിക്കട്ടെ, ഞാന് ഇവിടെ ഇരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണി അകത്തേക്ക് കയറി പോവുകയാണ്. അങ്ങനെ ലേഖയും മഞ്ജുവും ചേർന്ന് ICU മുന്നിലിരുന്ന് സംസാരിക്കുകയാണ്. ലേഖയാണെങ്കിൽ പറയുന്നുണ്ട്, ആ മേഘനാഥിനൊപ്പമുള്ള ജീവിതം ഇപ്പോഴും ഞാൻ തുടർന്നിരുന്നുവെങ്കിൽ എന്റെ കാര്യം ഞാൻ ആലോചിക്കുകയായിരുന്നു ലേഖിച്ചി എന്ന് പറയുമ്പോൾ, സാരല്ല, എന്തായാലും അതൊക്കെ ഒരു നിയോഗമായി കണ്ടാൽ മതി. മാത്രമല്ല, സാഗർ തെറ്റ് ചെയ്തെങ്കിലും ഇപ്പൊ അവന് ജീവിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. സത്യത്തിൽ ഇപ്പൊ നീ നല്ല ലക്കിയാണെന്നൊക്കെ പറയുമ്പോൾ, അതെ, ഞാനിപ്പോ ഭാഗ്യവതിയാണെന്നൊക്കെ പറഞ്ഞ് ലേഖയോട് മഞ്ജു പറയുന്നു. പിന്നീട് മഹിയെയും കുഞ്ഞിനെയും കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് കണ്ണൻ വരുന്നത്. കണ്ണേട്ടൻ വന്നല്ലോ. ഞാനെത്തി. മഹിയെയും കുഞ്ഞിനെയും കുറിച്ചും പിന്നെ ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല കണ്ണേട്ടാ, ഇതുവരെയും ഒന്നും പറഞ്ഞിട്ടില്ല. അമ്മ വീട്ടിൽ പോയിട്ട് വന്നിട്ടില്ലല്ലോ? ഇല്ല, വന്നിട്ടില്ല. അങ്ങനെ മഞ്ജു കണ്ണനോട് ചോദിക്കുന്നുണ്ട്, അല്ല കണ്ണേട്ടാ, അമ്മാവനും കരുണയുടെ അച്ഛനും ഇപ്പോഴും ലോകപ്പിലല്ലെന്ന് ചോദിക്കുമ്പോൾ, അതെ, അല്ല, അവരെന്ത് കാരണം കൊണ്ടാ കിടക്കുന്നതെന്ന് ഇതുവരെയും പറഞ്ഞില്ല. എടി, നിന്നോടെല്ലാം ക്ലിയറായി തന്നെ പറയാം. എന്തായാലും നമുക്ക് സംസാരിക്കാമെന്ന് പറയുമ്പോഴേക്കും അവിടേക്ക് എലിസബത്ത് ഡോക്ടർ വരികയാണ്. കണ്ണ, ഹാപ്പി ആയില്ലേ? താൻ ആഗ്രഹിച്ചതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നടന്നെന്ന് പറയുമ്പോൾ ഒരുപാട് ഹാപ്പിയായി. എങ്കിലേ ഇത് ചോക്ലേറ്റിൽ നിർത്തരുത്, ഞങ്ങൾക്ക് നല്ലൊരു ട്രീറ്റ് തന്നെ തരണമെന്നൊക്കെ പറയുകയാണ്. തോമസ് സാറിന് എന്തായാലും ഹോട്ടൽ ഫുഡൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ തോമസ് സാറിൻ്റെ വീട്ടിൽ എല്ലാവർക്കും ഒരുമിച്ച് കൂടാമെന്നൊക്കെ കണ്ണൻ ഡോക്ടറോട് പറയുകയാണ്. ഇനി കണ്ണന് മഹിയെയും കുഞ്ഞിനെയും ചെന്ന് കാണാം. വൈകുന്നേരത്തോട് കൂടിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മഹാലക്ഷ്മിയെ ചെന്ന് കാണാമെന്നൊക്കെ എല്ലാവരോടും കൂടിയിട്ട് പറയുകയാണ്. കുഞ്ഞിനും അമ്മയ്ക്കും കുഴപ്പമൊന്നുമില്ലല്ലോ? യാതൊരു കുഴപ്പമില്ല, ചെന്ന് കണ്ടോ, മഹാലക്ഷ്മിക്ക് ബോധം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടറാണെങ്കിൽ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അമ്മയ്ക്കും കുഞ്ഞിനും ഇപ്പോൾ യാതൊരു പ്രശ്നമില്ല. പക്ഷേ ഗർഭിണിയായിരിക്കുമ്പോൾ സംഭവിച്ച പോലെയുള്ള യാതൊരു ബുദ്ധിമുട്ടുകളും ഇനി മഹാലക്ഷ്മിക്കും കുഞ്ഞിനും സംഭവിക്കരുത്. ആ തെറ്റുകൾ ഇനി ആവർത്തിച്ചുകൂടാ എന്നൊക്കെ ഡോക്ടർ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് കണ്ണനാണെങ്കിൽ മഹിയെയും കുഞ്ഞിനെയും കാണാനായിട്ട് പോകുന്നുണ്ട്. ഈ സമയം ലേഖയും മഞ്ജുവും കണ്ണൻ്റെ സന്തോഷം കണ്ട് പറയുകയാണ്, ICUവിന് മുന്നിൽ ഒരുപാട് ടെൻഷൻ അടിച്ച് നിന്നതാണ് കണ്ണേട്ടൻ മാത്രമല്ലല്ലോ, നമ്മളെല്ലാവരും ഒരുപാട് ടെൻഷൻ അടിച്ചതാണ്. എന്തായാലും നല്ലൊരു ജീവിതം അവർക്ക് കിട്ടി. കാണാൻ ആഗ്രഹിച്ച കുഞ്ഞ് കുറച്ച് നേരത്തെ വന്നു എന്നൊക്കെ ലേഖയും മഞ്ജുവും സംസാരിക്കുന്നു. അങ്ങനെ മഹിയാണെങ്കിൽ എന്തൊക്കെയോ ആലോചിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയം കണ്ണൻ വാതിൽ തുറന്ന് അകത്തേക്ക് പോകുന്നുണ്ട്. കണ്ണനെ കാണുമ്പോൾ തന്നെ അവൾ പുഞ്ചിരിക്കുന്നു. അങ്ങനെ തനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ, എനിക്കിപ്പോൾ യാതൊരു പ്രശ്നമില്ല കണ്ണേട്ടാ. ഇതേ നോക്ക്, ആരെ കിടക്കുന്നതെന്നും ഞാൻ കണ്ടു. ആൾ നല്ല ഉറക്കത്തിലാണല്ലോ. അതെ, ഈ സമയത്ത് നമ്മളെല്ലാവരും ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. അല്ലടോ, തനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഇപ്പം ചെറിയ വേദന ചോദിച്ച് എനിക്ക് സന്തോഷമുള്ളൂ കണ്ണേട്ടാ. ഞാൻ സത്യത്തിൽ എൻ്റെ കുഞ്ഞിന് ഒരു ആപത്തും സംഭവിക്കരുതേ എന്ന് മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ. എൻ്റെ ജീവനെടുത്ത് കുഞ്ഞിന് ജീവൻ കൊടുക്കാനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു എന്നൊക്കെ പറയുമ്പോൾ, പക്ഷേ ഞങ്ങൾ അങ്ങനെയല്ല, നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ ജീവനോടെ വരണമെന്നാണ് പ്രാർത്ഥിച്ചത്. എന്തായാലും കുറച്ച് മുന്നേ പ്രസവം നടന്നു, അത് മഹാഭാഗ്യമാണെന്നിങ്ങനെ മഹാലക്ഷ്മി പറയുന്നു. പിന്നെ കുഞ്ഞിൻ്റെ കഴുത്തിൽ ഒരു മറുകുണ്ട്, അത് വലുതാകും തോറും വലുതായി വരുമെന്ന് പറയുമ്പോൾ അത് കൊടിയ വിഷം അകത്ത് ചെന്നതുകൊണ്ടാണെന്ന് കണ്ണൻ പറയുന്നു. അങ്ങനെ സിദ്ധയായിട്ടുള്ള അമ്മയെ കണ്ടിരുന്നുവെന്നും അമ്മ ഒട്ടും പ്രതീക്ഷയില്ലാതെയാണ് സംസാരിച്ചെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ കണ്ണൻ പറയുമ്പോൾ, ഇത്രയും ആപത്തുകൾ നമുക്ക് സംഭവിച്ചിട്ടും ദൈവങ്ങൾ നമ്മളെ കൈവിട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെയും നമ്മളെ അവർ ചേർത്ത് പിടിച്ചു എന്ന് വേണം കണ്ണേട്ട കരുതാനായിട്ട്. അല്ലടോ, തന്നോട് മറ്റൊരു കാര്യത്തെക്കുറിച്ചും കൂടി പറയാനുണ്ട്. എന്താണെന്ന് അങ്ങനെ മഹി ചോദിക്കുമ്പോൾ, ഡോക്ടർ പറഞ്ഞില്ലേ? ഇല്ല, ആ കരുണ പ്രഗ്നൻ്റ് ആണ്. മഹിയാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല. ഡോക്ടർ അതേക്കുറിച്ചൊന്നും എന്നോട് പറഞ്ഞില്ല കണ്ണേട്ട.
ആ അവളൊരു അമ്മയാകാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അവളുടെ സ്വഭാവത്തിൽ മാറ്റം വരാത്തിടത്തോളം കാലം അവൾക്ക് ഒരിക്കലും ഒരു കുഞ്ഞിൻ്റെ അമ്മയാകാനുള്ള യോഗ്യതയില്ലെന്നുള്ള കാര്യം കണ്ണൻ പറയുകയാണ്. അവളോട് ഒരിക്കലും ഞാൻ ഇനി ദയ കാണിക്കാൻ പോകുന്നില്ലെന്ന് പറയുമ്പോൾ മഹി പറയുകയാണ്, എന്തോ ആവട്ടെ, നമ്മുടെ കുഞ്ഞിനെ നമുക്ക് ജീവനോടെ കിട്ടിയില്ലേ, അത് മാത്രം നമുക്ക് മതി. അങ്ങനെ മഹിയെ കണ്ണനാണെങ്കിൽ നെറ്റിയിലൊക്കെ തലോടുന്നുണ്ട്. അതിനുശേഷം അമ്മ വീട്ടിലേക്ക് പോയിരിക്കുകയാണെന്നും ലേഖയും മഞ്ജുവൊക്കെ പുറത്തുണ്ടെന്നും തന്നെ കുറച്ച് കഴിഞ്ഞാൽ കാണാൻ വരുമെന്നൊക്കെ പറഞ്ഞ് അവനാണെങ്കിൽ കുഞ്ഞിനെയും നോക്കിക്കൊണ്ട് പുഞ്ചിരിച്ച് അവിടെ നിന്നും പോവുകയാണ്. മഹിക്കാണെങ്കിൽ ഒത്തിരി സന്തോഷമാവുകയാണ്. അങ്ങനെ മുത്തശ്ശിയാണെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് തിരിച്ചെത്തുന്നുണ്ട്. കരുണയാണെങ്കിൽ ഓടിയെത്തിയിട്ട് ചോദിക്കുകയാണ്, മുത്തശ്ശി എന്തായി അവിടുത്തെ കാര്യം? രണ്ടെണ്ണത്തിനെ ഇടിച്ച് പഞ്ചറാക്കിയിട്ടുണ്ട്. ആ പോലീസുകാർ കൈത്തരിപ്പൊക്കെ പ്രതാപിൻ്റെയും വാമദേവൻ്റെയും മേലെ കാണിക്കുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ, അയ്യോ അച്ഛൻ്റെ അവസ്ഥ അപ്പോൾ കഷ്ടമാണല്ലേ. കഷ്ടമാണെന്ന് ഇനി പറയാനുണ്ടോ? പിന്നെ ആകെയുള്ള ഒരു ആശ്വാസം, നാളെ കോടതിയിൽ വെച്ച് മൊഴി മാറ്റി പറയാനായിട്ടാണ് വക്കീൽ പറഞ്ഞിരിക്കുന്നത്. കാരണം അനന്തുവിനും അതുപോലെ കണ്ണനും വേണ്ടത്ര പ്രാക്ടീസ് ഇല്ലാത്ത വക്കീലുമാരായതുകൊണ്ട് തന്നെ അവിടെ അവരെ അത്ര വിലക്കെടുക്കാൻ ചാൻസ് ഇല്ല. മാത്രമല്ല വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കൊലപാതകമല്ലേ, അതുകൊണ്ട് അതിന് തുമ്പുണ്ടാക്കാനും പോലീസുകാർ ഇനി തയ്യാറെടുക്കില്ല. അപ്പോൾ പിന്നെ മൊഴി മാറ്റി പറയുകയാണെങ്കിൽ ഉറപ്പായിട്ടും രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ട്. ഒന്ന് രക്ഷപ്പെട്ട് വന്നാൽ മതിയായിരുന്നു മോളെ. പ്രതാപൻ്റെ അവസ്ഥ കാണുമ്പോൾ സഹിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ മുത്തശ്ശി പറയുന്നു. ഇനിയിപ്പോൾ രക്ഷപ്പെട്ട് വന്നാലും ആ മാർക്കോയെ പേടിക്കണം. മോളും ഞാനും ഒക്കെ രാത്രി കിടക്കുമ്പോൾ സൂക്ഷിച്ചു വേണം കിടന്നുറങ്ങാനായിട്ട്. അതെന്താ മുത്തശ്ശി, അവന് ഇങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഇത്ര ദിവസമായിട്ടും വരാത്തത് കൊണ്ട് തന്നെ ഇനി ഒരുപാട് പേടിക്കാനുണ്ട്. വാതിൽ തല്ലിപ്പൊളിച്ചിട്ട് അവൻ വരുമെന്നൊക്കെ പറയുമ്പോൾ അതിനുള്ള ധൈര്യമൊക്കെ അവനുണ്ടോ? ധൈര്യം ഉണ്ടോന്നോ? അവൻ വാതിൽ തല്ലിപ്പൊളിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലാണ്ട് തന്നെ അകത്തേക്ക് കയറി വരും. അത് അങ്ങനത്തെ ഒരു ജന്മമാണ്. പിന്നെ ഇവിടെ ഒരുപാട് വാതിലുള്ളത് കൊണ്ട് തന്നെ തല്ലിപ്പൊളിക്കുന്ന സമയത്ത് നമുക്ക് സൗണ്ട് കേൾക്കാം. അപ്പം തന്നെ പോലീസിനെ വിളിച്ച് വിവരം അറിയിക്കാന്നൊക്കെ പറയുമ്പോൾ കരുണയ്ക്കാണെങ്കിൽ ആകെ പേടിയാവുകയാണ്. പിന്നെ അവൻ ഭീഷണിപ്പെടുത്താനായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്ര പേടിക്കേണ്ടായിരുന്നില്ല. പക്ഷെ വരാത്തത് കൊണ്ടാണ് ഇനി പേടിക്കേണ്ടത്. അവനെ പോലീസ് സ്റ്റേഷനകത്ത് ചെന്ന് ആൾക്കാരെ അടിക്കുന്ന ആളാണ്. മാത്രമല്ല ആ SI ഒക്കെ അവൻ്റെ ആളുകളാണ്. അതുകൊണ്ട് പ്രതാപൻ്റെയും വാമദേവൻ്റെയും അവസ്ഥ കുറച്ചുകൂടി അവിടെ കിടന്ന ആകെ പ്രശ്നത്തിലാവും. ഇങ്ങനെ ഗുണ്ടായുസം കാണിച്ച് നടക്കുന്നവനെ എന്തുകൊണ്ടാ തല്ലിക്കൊല്ലാത്തതെന്നൊക്കെ കരുണ ചോദിക്കുമ്പോൾ അവനെന്താന്ന് വെച്ചാൽ കാണിക്കാലോ, നമ്മളെപ്പോലുള്ളവർ പേടിച്ച് നടക്കുക തന്നെ വേണം. പിന്നെ നാളെ കോടതിയിലേക്ക് എത്തുമ്പോൾ തന്നെ ലക്ഷങ്ങളാണ് ചിലവാകുക. അവിടെ വെച്ച് മൊഴി മാറ്റി പറയാൻ വക്കീൽ പറഞ്ഞതുകൊണ്ട് തന്നെ അയാൾ ചോദിക്കുന്ന പൈസ കൊടുക്കേണ്ടി വരും. പിന്നെ നമ്മുടെ വക്കീൽ കുറച്ച് ബുദ്ധിയുള്ളവനാണ്, അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. പ്രതാപൻ എന്തായാലും ജാമ്യത്തിൽ ഇറങ്ങും. അങ്ങനെ ഈ കേസേ ഇവിടെ കൊണ്ടൊന്നും തീർന്നില്ലെങ്കിലേ മോളൊരു കാര്യം ഉറപ്പിച്ചോ, ഈ വീടും സ്ഥലവും വിൽക്കേണ്ടി വരും. അതുപോലെ തന്നെ എൻ്റെ പേരിലുള്ള സകല സ്വത്തുക്കളും വിറ്റ് തൊലയ്ക്കേണ്ടി വരുമെന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നു. ഈ സമയം കരുണയ്ക്കാണെങ്കിൽ ആകെ പേടിയാവുകയാണ്. പിന്നീട് ദുർഗയാണെങ്കിൽ എന്തുകൊണ്ടായിരിക്കും പ്രതാപനെയും വാമദേവനെയും പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയെന്ന് ആലോചിച്ച് തല പുകച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് ഉണ്ണി വരുന്നുണ്ട്. എടാ ഉണ്ണി, നാളെ കോടതിയിലേക്ക് ചെന്ന ഈ പ്രതാപനെയും അമ്മാവനെയും എന്തിനാ അറസ്റ്റ് ചെയ്തിരിക്കുന്നുള്ള കാര്യം അറിയാൻ കഴിയും എന്നല്ലേ കണ്ണൻ പറഞ്ഞതും. അപ്പോൾ പിന്നെ നമുക്ക് അവിടെ വരെ ചെല്ലാം, അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ പിന്നെ ഇവനാണെങ്കിൽ ഒരു കാര്യവും തുറന്നു പറയുന്നില്ല. ചോദിക്കുമ്പോൾ ഓരോന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയല്ലേ. നീ ഒരു കാര്യം ചെയ്യേ, എത്രയും പെട്ടെന്ന് സ്റ്റേഷനിലേക്ക് ചെല്ല്. അവിടെ ചെന്നാൽ അറിയാൻ കഴിയുമല്ലോ എന്തുകൊണ്ടാണ് അവരെ അറസ്റ്റ് ചെയ്തതെന്ന്. എനിക്കാണെങ്കിൽ അതറിയാതെ ഒരു സമാധാനം ഇല്ലെന്നൊക്കെ ദുർഗ പറയുന്നു. ഉണ്ണിയാണെങ്കിൽ അത് അറിയാൻ തന്നെ തീരുമാനിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡിനായിട്ട്. ബൈ.